ഗുഡൻ ടാഗ് ലോയിറ്റെ. ഇന്ന് നമ്മൾ B2 സ്പ്രഹൻ എക്സാമിൽ ഒരു ഇമ്പോർട്ടന്റ് തേമയായ വാൾ ദസ് ഫർക്കൻസ്മിറ്റൽ സും ആർബൈറ്റ് പ്ലാറ്റ്സ് എന്ന തേമയാണ് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. OETയും IELTSഉം ജർമ്മനും പഠിക്കാൻ മലയാളത്തിലും എക്സ്പ്ലെയിൻ ചെയ്താണ് ജിനൂസ് അക്കാഡമിയിൽ കോച്ചിംഗ് നൽകുന്നത്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഇതിനായി ഞാൻ ഇവിടെ 3 മ്യൂഗ്ലിഷ്കേറ്റാണ് എടുത്തിട്ടുള്ളത്. ഔട്ടോ, ഒഫൻലിഷ ഫർക്കൻസ്മിറ്റൽ, റാറ്റ്ഫാരൻ. നമുക്ക് ഈ തേമ കൂടുതൽ വിശദമായി നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ മ്യൂഗ്ലിഷ്കേറ്റായ ഔട്ടോ എടുക്കാം. ഔട്ടോ ബ്രൗസ് ബാർ ഫോർ ബെറൂഫ് ടെറ്റിഷ്യലോയിറ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് പീപ്പിൾസിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫർക്കസ്മെറ്റലാണ് ഔട്ടോ. കാര്യം നമ്മൾ ഭയങ്കര ബെഷെഫ്റ്റിക് ആയിരിക്കും, നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും, അതുകൊണ്ട് തന്നെ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രിവാഷ്പാരെ ഫ്രൈ ഹൈറ്റ്, അടുത്ത പോയിന്റാണ് പ്രിവാഷ്പാരെ ഫ്രൈ ഹൈറ്റ്. നമുക്ക് സൊവോൾ അൽസവൊക്കെ ഇട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാം, നല്ല പ്രൈവസി കിട്ടും നമുക്ക്. പിന്നെ അത് മാത്രമല്ല ഫ്രീ ഹൈറ്റ്, നമ്മുടെ ഫ്രീഡം ആയിരിക്കും നമുക്ക് ഓട്ടോ യൂസ് ചെയ്യാൻ നേരത്ത്. ബെക്വ സൈഡ് സ്പാരൻ, അതും സൊവോൾ അൽസവോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വെക്കാം. ബെക്വ ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് കുറേ സമയം ലാഭിക്കാൻ പറ്റും ഓട്ടോ യൂസ് ചെയ്യാൻ നേരത്ത്. ഗുഡ് ഡേ സിഷർ ഹൈറ്റ്. സിഷർ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെക്യൂരിറ്റിയാണ്. നമുക്കിപ്പോൾ ഓട്ടോയിൽ പോകുമ്പോൾ നമ്മൾ ഒഫൻലിഷ ഫർക്കസ്മെറ്റലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കൂടെ കുറേ ആൾക്കാർ കാണും. ഇപ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കാണത്തില്ല, സിഷർ ഹൈറ്റ് കാണത്തില്ല. ഇപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഓട്ടോയിലാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നല്ല സിഷർ ഹൈറ്റ് ആയിരിക്കും. പിന്നെ അടുത്ത പോയിന്റാണ് മാർക്ഡ് ഫർക്കർ സ്റ്റൗ. ഫർക്കർ സ്റ്റൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് ജാമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഐഗിനെ ഔട്ടോയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫർക്കർ സ്റ്റൗ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മ്യൂഗ്ലിഷ് സു ഏഡർ സൈഡ്, എല്ലാ സമയത്തും നമുക്ക് പോസിബിൾ ആണ് മറ്റേ ഓട്ടോ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഓഫൻലിഷ ഫർക്കസ്മെറ്റലാണെങ്കിൽ ചില സമയത്ത് ഫെർഫ്യൂ ബാർ ആവണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഔട്ടോ എല്ലാ സമയത്തും ഫെർഫ്യൂ ബാർ ആണ്. ഇനി ലുഫ്റ്റ് ഫ്രഷ്മുട്സും, ഭയങ്കര എയർ പൊല്യൂഷൻ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ് ഔട്ടോ യൂസ് ചെയ്യാൻ നേരത്ത്. പിന്നെ നിഷ്ട് ഉംബൽ ഫ്രോയിലിഷ്, അത് ഉംബൽ ഫ്രോയിലിഷ് അല്ല, എൻവയറമെന്റ് ഫ്രണ്ട്ലി അല്ല ഒരിക്കലും ഔട്ടോ. കാര്യം അത്രയും ഓരോരുത്തർ പേഴ്സണലായിട്ട് ഓട്ടോ യൂസ് ചെയ്യാൻ നേരത്ത് അത്രയും എയർ പൊല്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ട് തന്നെ അത് ഉംബൽ ഫ്രോയിലിഷ് അല്ല. ഇനി കോസ്റ്റ് ആൻഡ് ഒഫൻറ്റിക്, നമുക്ക് ഐഗിനെ ഔട്ടോ യൂസ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിന് നാഫ്റ്റയിലും ഫോർട്ടയിലുമായിട്ട് നമുക്ക് ഈ ഓട്ടോ എന്ന മ്യൂഗ്ലിഷ്കേറ്റിന് പറയാനുള്ളത്. കാര്യം അതിന് നമുക്ക് ഗെനോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക് കൂടി തന്നെയാണ്. കാര്യം ഒത്തിരി ഫോർട്ടയിലും ഒത്തിരി നാഫ്റ്റയിലും ഉണ്ട്. ഓക്കെ, അതാണ് ആദ്യത്തെ മ്യൂഗ്ലിഷ്കേറ്റ്. ഇനി അടുത്ത മ്യൂഗ്ലിഷ്കേറ്റ് നോക്കി കഴിഞ്ഞാൽ ഒഫൻലിഷ ഫർക്കസ്മെറ്റൽ. ഇതും ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഒരു മ്യൂഗ്ലിഷ്കേറ്റ് ആണ്, നമ്മൾ പല തേമയ്ക്കകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗെനോർ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് കൂടിയാണ്. എസിസ്റ്റ് ഐൻഫാഹ് സുനുട്സൻ, അത് ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ. കാര്യം നമുക്ക് എല്ലാ സമയത്തും അവൈലബിൾ അല്ലെങ്കിൽ പോലും പല പല ഇടങ്ങളിൽ, നമ്മുടെ സിറ്റിയിൽ തന്നെ എല്ലാ ഇടങ്ങളിലും അത് ഫെർഫിക് ബാർ ആണ്. ബില്ലിംഗ് ആണ്, ബില്ലിംഗ് ഇതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ബില്ലിംഗ് ആണ്. കാര്യം ഭയങ്കര പൈസ കുറവാണ്. നമ്മൾ ഔട്ടോയൊക്കെ വെച്ച് ഫെർക്കുലേഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് ഭയങ്കര ബില്ലിംഗ് ആണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് പറയാം, ഇൻ ഫെർക്കുലേഷൻ സു ഔട്ടോ എസ് സർ ബില്ലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഫെർക്കസ്റ്റ് ഓഫ് ഫെർമൈഡൻ, നമ്മൾ ഓട്ടോയെ വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന നേരത്ത് ഒരു ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ നേരത്ത്, ഒരു അല്ലെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ നേരത്ത് അത്രത്തോളം നമുക്ക് ട്രാഫിക് ജാമൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വേറണ്ട് ദസ് റൈസൺ ക്യൊനൻ വിയർ നിഷ്ടിനൂർ മ്യൂസിക് ഹെറൻ സോണ്ടോൺ ഓഫ് ബ്യൂഹർ ലേസൺ. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ബുക്ക് വായിക്കാം അല്ലെങ്കിൽ മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റും. കാര്യം ഔട്ടോ ആണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടി പോകേണ്ട ആവശ്യം വരും, അപ്പോൾ നമുക്ക് അങ്ങനെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഓഫൻലിഷ ഫർക്കസ്മെറ്റലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പോസിബിൾ ആണ്. ഇനി അതിൻ്റെ നാഫ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ എസ് ലാംഗ്വേലിക്, ഭയങ്കര മടുപ്പുള്ളൊരു കാര്യമാണ് മറ്റേ ഓഫൻലിഷ ഫർക്കസ്മെറ്റൽ യൂസ് ചെയ്യുന്ന എസ് ലാംഗ്വേലിക് വൈൽ. കാരണം അത് കുറേ സമയം പിടിക്കും. നമ്മൾ ഓട്ടോ ആണെങ്കിൽ നമുക്ക് പറയുന്ന ഇഷ്ടമുള്ള സമയത്ത് എപ്പോഴും പോകാം. പക്ഷേ ഓഫൻലിഷ ഫർക്കസ്മെറ്റലാണെങ്കിൽ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവില്ല, ഒരു കൃത്യ സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. അത് മാത്രമല്ല അത് സമയം എടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്, അതുകൊണ്ട് തന്നെ അത് ശരിക്കും ലാംഗ്വേലിക്കാണ്. പിന്നെ നിഷ്ട് പിംഗ്ലിഷറൈഷൻ, നമുക്ക് നമ്മുടെ സീൽ, നമ്മുടെ ഓട്ടിൽ അല്ലെങ്കിൽ എവിടെ നമ്മുടെ ആർബൈറ്റ് പ്ലാറ്റ്സിൽ എവിടെ ആയാലും, നമുക്കിപ്പോൾ ആർബൈറ്റ് പ്ലാറ്റ്സ് ആണ്, അപ്പം നമുക്ക് പറയാം നിഷ്ട് ഇൻസർ ആർബൈറ്റ് പ്ലാറ്റ്സ് നിഷ്ട് പിംഗ്ലിഷറൈഷൻ. നമ്മുടെ ആർബൈറ്റ് സ്ഥലത്ത് നമുക്ക് ഒരിക്കലും കൃത്യസമയത്ത് എത്താൻ പലപ്പോഴും സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയുണ്ടാവും ഓഫൻലിഷ ഫർക്കസ്മെറ്റൽ യൂസ് ചെയ്യാൻ നേരത്ത്. ഇനി കൈനെ പ്രിവാഷ്പാരെ, നമുക്ക് പ്രൈവറ്റ് സ്പേസ് ഓഫൻലിഷ ഫർക്കസ്മെറ്റലിൽ കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ ക്രാങ്ക് ഹൈറ്റ് ഫെറൂസാഹൻ, ഇപ്പം നമുക്ക് പറയാം കൊറോണ പാൻഡമിയുടെ സമയത്ത് ഓഫൻലിഷ ഫർക്കസ്മെറ്റൽ യൂസ് ചെയ്യുന്നത് നമുക്ക് ക്രാങ്ക് ഹൈറ്റ് ഫെറൂസാഹൻ ചെയ്യാനുള്ള ഒരു വലിയ മ്യൂഗ്ലിഷ്കേറ്റ് വഹിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഓഫൻലിഷ ഫർക്കസ്മെറ്റൽ. ഇതും നമുക്ക് അത്യാവശ്യം ഗെനോർ ചെയ്യാൻ പറ്റിയ അത്യാവശ്യം കൂടുതൽ പോയിന്റ് ഉള്ള ഒരു ടോപ്പിക്കാണ്. ഇനി അവസാനം നമുക്ക് ലാസ്റ്റ് മ്യൂഗ്ലിഷ്കേറ്റ് നോക്കാം.
അത് റാഡ്ഫാറൻ എന്ന് വെച്ചാൽ നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യുന്നതാണ്. എസ് ഗസൂൺ ഹൈറ്റ്, അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മുടെ മസ്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കെഫലിഷൻ എൻഡിക്ലിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും സൈക്കിൾ ഓട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും ഒരു വർക്കൗട്ട് ആകും നമ്മുടെ ബോഡിക്ക്. അത് നമുക്ക് നല്ല എനർജി നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്താണ് കോസ്റ്റൽ ലോസ്. നമുക്ക് റാഡ് യൂസ് ചെയ്യാൻ നേരത്ത് നമുക്ക് അത്രയും ചിലവൊന്നും വരത്തില്ല. കാര്യം പെട്രോൾ, റെഡ്യൂൾ അല്ലെങ്കിൽ ബെൻസിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കോസ്റ്റൽ ലോസ് ആണ്. ഇനി കൈന ലുഫ്റ്റ്ഫ്രഷ്മുട്സും, നമുക്ക് എയർ പൊല്യൂഷൻ ഉണ്ടാകത്തില്ല ഒരിക്കലും നമ്മൾ റാഡ്ഫാറൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നാച്ചുറൽ റിസോഴ്സസ് സ്പാരൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റെഡ്യൂൾ അല്ലെങ്കിൽ ബെൻസിൻ നമുക്ക് സ്പാരൻ ചെയ്യാൻ പറ്റും. സുക്കുൺഫിറ്റിക് ജനറാക്സിന് വേണ്ടി നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇതാണ് ഇത്ര എൻ്റെ ഫോട്ടോയിൽ. ഇതിൻ്റെ നാഫ്റ്റയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിഷ്ട് ഷ്നെല്ലർ അറൈഷൻ, നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഇപ്പോൾ ദൂരമൊക്കെ ആണെങ്കിൽ ലാങ്ങെ ഫാറൻ നിഷ്ട് മേഗ്ലിഷാണ്, നമുക്ക് ദൂരത്ത് ഷ്നെല്ലറായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ മ്യൂഡെ, നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി നമ്മളിപ്പോൾ ആർബൈറ്റ് ഫ്ലാറ്റ്സിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും, അപ്പം മ്യൂഡെയാണ്. പിന്നെ ഉൺഗെഫെയർ, ഉംഫോൾ ഉണ്ടാകും, കുറേ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ നാഫ്റ്റയിൽ വരുന്നത്. ഇത് അത്യാവശ്യം ഗനാവർ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം മറ്റു രണ്ട് നല്ല പോയിന്റ് ഉള്ളത് കാരണം നമുക്കിത് സബ് പോയിന്റായിട്ട് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഈ 3 മ്യൂഗ്ലിഷ് ഗേറ്റ് ആണ് ബെയിൽ ദസ് ഫർക്കസ് മെറ്റൽസും ആർബൈറ്റ് പ്ലാറ്റ്സ് എന്ന തേമയ്ക്ക് നമുക്ക് പറയാനുള്ളത്. ഞാനിനി ഇതിനൊരു മൈനൂങ്ങ് തരാം. In der gegenwärtigen Lage spielt das Verkehrsmittel eine bedeutende Rolle in unserem Leben. Deshalb müssen wir vorsichtig sein, wenn wir ein Verkehrsmittel für den Arbeitsplatz wählen. ഓക്കെ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫർക്കസ്മെറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആർബൈറ്റ് പ്ലാറ്റ്സ്, അപ്പം നമ്മൾ തേമ ആർബൈറ്റ് പ്ലാറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് ആർബൈറ്റ് പ്ലാറ്റ്സ് ഇടുന്നു. അല്ലാതെ നമ്മൾ എവിടെ പോകാനാണെങ്കിലും നമ്മൾ എപ്പോഴും ഫോസിസ്റ്റിംഗ് ആയിരിക്കണം, നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. നമ്മൾ എന്താണ് നമ്മുടെ ഒരു ഫർക്കസ്മെറ്റിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ തേമയും ഈ തേമയുടെ മൈനൂങ്ങും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ തേമ നല്ല രീതിയിൽ മനസ്സിലായല്ലോ അല്ലേ? ഞാനിവിടെ തന്നിരിക്കുന്ന ഈ പോയിന്റുകളും മൈനുങ്ങും യൂസ് ചെയ്ത് നിങ്ങൾ നോമൻ ഫെർബിൻഡും സൊയിറ്റിയിലെ കണക്ടോസ് എല്ലാം കൂടി യൂസ് ചെയ്ത് ഒരു തേമ പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് B2 എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു ടൈൽ ഐൻസ് വഴി നമുക്ക് വീണ്ടും കാണാം. ഔഫ് വീഡർ സെയിം. ജിനോസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.